അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ എലിഫൻറ്റ് പ്ലാന്റ്. അതിൻ്റെ ഒരു വിത്ത് എനിക്ക് അതിന് 2-3 ദിവസത്തിന് മുമ്പ് എനിക്കൊരു വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു വലിയ പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് ചിട്ടി പൈസ അടച്ചിട്ട് വരുന്ന വഴിക്കാണ് ഞാനിത് കണ്ടത് കേട്ടോ. അതും ട്രെയിൻ പാളത്തിൻ്റെ സൈഡിലാണ് ഞാനത് കണ്ട് ഇത്രയും ദിവസമായിട്ട് ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് എൻ്റെ കണ്ണിലത് പെട്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ചെറിയ ചേമ്പ്, നമ്മുടെ കുളമ്പിച്ചേമ്പിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ കിളിച്ചിരിക്കുക. അപ്പോൾ അതാണെന്നും പറഞ്ഞാണ് ഞാൻ വീരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ ഞാനിത് കിട്ടണമെന്നും പറഞ്ഞിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ പിഴുതെടുക്കണമെന്നും പറഞ്ഞ് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം അതെനിക്ക് കിട്ടിയതിൽ. എനിക്കിത് ചട്ടിക്കകത്ത്, എൻ്റെ വീട്ടിൽ ചട്ടി ഇരിപ്പില്ല, ഇത് നട്ടു വെക്കാനുള്ള ചട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് എന്തുമായാലും നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൽ നടാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. നമുക്ക് ചട്ടി മേടിക്കുന്ന സമയം വരെ അങ്ങനെ എങ്ങനെയെങ്കിലും ഞാനത് പിഴുതെടുത്ത് കേട്ടോ. പറയാൻ കാരണം വെച്ചാൽ അന്നേരമൊന്നും എൻ്റെ കയ്യിൽ ഇരുമ്പില്ലായിരുന്നു. അതിലേക്കൂടെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു വയലിലൊരു അച്ഛൻ അതിലേക്കൂടെ വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇരുമ്പ് മേടിച്ച് അത് കട്ട് ചെയ്ത് ഞാൻ എടുത്തു കേട്ടോ. കണ്ടിച്ചാണ് എടുത്തത് കേട്ടോ. അങ്ങനെ അത് വലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മൂത്ത മോളും കൂടായിരുന്നു പോയിട്ട് വന്നത്. അവളായിരുന്നു വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെ വൈകുന്നേരമാണ് അത് നട്ട് കൊടുത്തത്. എന്ന് വെച്ചാൽ പിന്നെ ഞാനത് നട്ട് കൊടുക്കാനായിട്ട് എനിക്ക് വേറെ പാത്രമില്ല, പിന്നെ ഇത് നമ്മുടെ ചെടിച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, പഴയൊരു പാത്രം ഇട്ടിരുന്നു കേട്ടോ. അതിനകത്തോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു ചട്ടി മേടിക്കുന്ന സമയം വരെ അതെങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരിടത്ത് ഒതുക്കി വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ മുറ്റത്തെ ആ സൈഡിൽ വെച്ച് കൊടുക്കാൻ ഇത് വലിയ പ്ലാന്റ് ആയതുകൊണ്ടും ചേമ്പിൻ്റെ ഇല ആയതുകൊണ്ടും അതിങ്ങനെ നിവർന്ന് നിൽക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ദൂരോട്ട് മാറ്റിയെന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് കല്ലൊക്കെ പറക്കി വെച്ച് കൊടുക്കുകയും അതിൻ്റെ കുറേ കല്ല് പറക്കി വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ അത് ചാഞ്ഞ് പോവാതിരിക്കാൻ ഒരു സപ്പോർട്ടിന് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് മണ്ണൊക്കെ വാരി വെച്ച് നിറച്ച് ഞാൻ എന്തുമല്ല അതെങ്ങനെയെങ്കിലുമൊക്കെ അത് അവിടെ ഞാൻ വെച്ച് ഒരിടത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ പ്ലാന്റ് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ പിറകുവശത്തോട്ടൊന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി മേടിച്ചിട്ട് ഇതെന്തുമായാലും നല്ല രീതിയിൽ നടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ട്രെയിനാണ് പോകുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അത് കെട്ടി വെക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വിചാരിച്ച് വേണ്ട, കെട്ടി വെക്കണ്ടെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അതെങ്ങനെയെങ്കിലും അവിടെ നിൽക്കട്ടെ, 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് നൂന്ന് വരുമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് അത് അവിടെ ഞാൻ കട്ട് ചെയ്ത് കളയണോ, അതിൻ്റെ ചേമ്പിൻ്റെ ഇല 2 സൈഡിൽ കിടക്കുന്നത് കട്ട് ചെയ്ത് കളയട്ടെ. കൊച്ചു പറഞ്ഞു വേണ്ട അമ്മേ, അങ്ങനെ അത് നിന്നോട്ടെ, കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് നൂരും എന്നൊക്കെ അവൾ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് എന്തോരാണ്ട് ഇതാണ് നമ്മുടെ പിന്നെ കസ്കസിൻ്റെ തുളസി, അത് ഞാൻ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഒത്തിരി വിത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ